ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് നമ്മുടെ ലഞ്ച് ബോക്സിന് കുറച്ച് ഐറ്റംസൊക്കെ തലേ ദിവസം തന്നെ നമ്മൾ അരിഞ്ഞൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പരിപ്പ്, മുരിങ്ങയില, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, പിന്നെ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ, പിന്നെ അതുകൂടാതെ തേങ്ങ വരെ ചിരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പിറ്റേ ദിവസത്തെയാണ് കേട്ടോ. രാവിലെ എണീറ്റ് ഇതേ ഫസ്റ്റ് തന്നെ നമ്മൾ ചോറിനുള്ള വെള്ളം വെക്കുവാണ് കേട്ടോ, ഇൻഡക്ഷൻ കുക്കറിൽ. അങ്ങനെ അത് നമ്മൾ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും തലേ ദിവസം ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബോട്ടിലോട്ട് മാറ്റി സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇന്നത്തേക്കുള്ള വെള്ളം തിളപ്പിക്കാൻ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും അവിടെ ഇരുന്ന് തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ തലേ ദിവസം ഫ്രിഡ്ജിൽ അരിഞ്ഞ് വെച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം നമ്മൾ വെളിയിലെടുത്ത് വെച്ച് ഒന്ന് തണുപ്പ് മാറാൻ വേണ്ടി വെച്ചേക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പരിപ്പും മുരിങ്ങയിലയും കൂടെ തേങ്ങ അരച്ച കറിയാണ് കേട്ടോ. അങ്ങനെ പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ മുരിങ്ങയില ഞാൻ തലേ ദിവസം മഞ്ഞപ്പൊടി ഉപ്പും വെള്ളത്തിനായിട്ട് നന്നായിട്ട് കഴുകി വെച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പിൻ്റെ കൂടെ മുരിങ്ങയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ മഞ്ഞപ്പൊടി ഉപ്പൂടെ ഇട്ടിട്ട് നേരെ നമ്മൾ അടുപ്പിൽ കയറ്റുവാണ് കേട്ടോ. അപ്പോൾ ഇത്രയും അടുപ്പുള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ഉപകാരമായി കേട്ടോ. കുറച്ച് താമസിച്ചാലും എല്ലാ അടുപ്പിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പക്ഷേങ്കിൽ ഒരടുപ്പ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ പെട്ടുപോകും കേട്ടോ. അങ്ങനെ നമ്മുടെ അരിയുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മൾ നേരെ അരി കഴുകി വിട്ട് കൊടുക്കുവാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ തോരൻ നമ്മൾ തണുത്തിട്ടുണ്ട്. തോരന് ഞാൻ ക്യാരറ്റും ബീറ്റ്റൂട്ടും കൂടെ അരിഞ്ഞു വെക്കത്തുള്ളൂ. നമ്മൾ വെക്കാറാകുമ്പോഴാണ് സവോളയും പച്ചമുളകും കൂടെ അതിൻ്റെ കൂടെ അരിഞ്ഞിടത്തുള്ളൂ. ഞാൻ തലേദിവസം അത് ചെയ്യത്തില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ തേങ്ങയും കൂടി ഇടും. നമ്മൾ തലേദിവസം തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ സെറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു 3 ഏലക്കയും കൂടി ഇട്ടിട്ട് നമ്മുടെ വെള്ളം ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപ്പിനുള്ള തേങ്ങ അരയ്ക്കണം. തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകം കൂടി ഇട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കണം കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരയ്ക്കണം കേട്ടോ. അപ്പോൾ അത് അരച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ചിലവർ മഞ്ഞപ്പൊടി ഇട്ടിട്ട്, ഞാൻ പരിപ്പിനകത്ത് മഞ്ഞപ്പൊടി ഇട്ടുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ സെറ്റ് ആയപ്പോഴേക്കും നമ്മുടെ പരിപ്പും അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതേ പരിപ്പിലോട്ട് നമ്മുടെ അരപ്പ് അങ്ങ് ഒഴിക്കുക കേട്ടോ. ഇതേ കളറൊക്കെ ഉണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് ഉപ്പൂടി ഇട്ടു. ഇനി ഇതിൽ ചെയ്യാൻ നമുക്ക് കടുക് വറുക്കുക മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചോറായിട്ടുണ്ടായിരുന്നു, നമ്മളത് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തോരനും ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ പരിപ്പിനുള്ള കടുകും വറുത്തിട്ടുണ്ട് കേട്ടോ. അതേ ഉള്ളിയും വറ്റൽമുളകും ഇട്ടിട്ട് കടുകും വറുത്തിട്ടുണ്ട്. അത് നമ്മൾ പരിപ്പിലോട്ട് താളിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി ആ പാത്രം കഴുകാതെ തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ വഴുതനങ്ങ പൊരിയിലില്ലേ, അതുണ്ടാക്കാം കേട്ടോ. അതിന് മുമ്പായിട്ട് കുറച്ച് പരിപ്പെടുത്ത് മാറ്റിയെന്ന് വെച്ചാൽ നമുക്ക് ആറാൻ വെക്കാനാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നൈസായിട്ട് അരിഞ്ഞ വഴുതനങ്ങ പൊരിയില്ല കേട്ടോ. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതും നമ്മൾ വറക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ തോരനായിട്ടുണ്ട്. അത് നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. നമുക്ക് സെർവ് ചെയ്യാനൊക്കെ എളുപ്പം അതാണല്ലോ. അപ്പോൾ നമ്മൾ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് കറി സെറ്റായിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ തോരനായി, പരിപ്പ് കറിയായി, പിന്നെ നമ്മുടെ വഴുതനങ്ങ പൊരിയൽ, അതായത് വഴുതനങ്ങ വറുത്തത്, അതും അവിടെ സെറ്റായിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഒരു തമിഴ്നാട് റെസിപ്പിയാണ്. നമ്മുടെ ചോറ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.